ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ ഈ ഒരു കേക്കിലേക്ക് മുട്ടയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അതുമാത്രമല്ല, നമുക്ക് ഓവനോ ബീറ്ററോ ബട്ടറോ ഒന്നും തന്നെ ആവശ്യമില്ല ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ കേക്ക് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് പഞ്ചസാരയൊന്ന് ക്യാരമലൈസ് ചെയ്തിട്ട് എടുക്കാം. അതിനായിട്ട് ഒരു സോസ് പാനിലേക്ക് ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ പഞ്ചസാരയൊന്ന് വിതറി ഇട്ട് കൊടുക്കുക. ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുന്നിടം വരെ കേട്ടോ. ഇത് ഇപ്പം നമ്മൾ ഇളക്കിയൊന്നും കൊടുക്കണ്ട. ഒരിത്തിരി നേരം വെയിറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ കളറൊന്ന് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ചേഞ്ചായി വരും. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 1/2 കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൽ കൂടുതൽ കളറാവാൻ വേണ്ടി നിൽക്കരുത് കേട്ടോ. ഇതിൽ കൂടുതൽ കളറായി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കേക്കിന് ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ ഈ ഒരു കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ കറുത്ത ഉണക്കമുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ടൂട്ടി ഫ്രൂട്ടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എല്ലാ കളറും കൂടിയാണ് ഞാൻ ഒരു 1/4 കപ്പ് അളവിൽ എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ കാഷ്നട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഒടിച്ചൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഡേറ്റ്സും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ മാറ്റിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ട് വറ്റിച്ചിട്ടെടുക്കാം കേട്ടോ. കുറച്ചൊന്ന് വറ്റി വരണം ആ ഒരു വെള്ളമൊക്കെ, അതുവരെ നമുക്കൊന്ന് വറ്റിച്ചിട്ടെടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഈ ഒരു സ്റ്റേജിൽ തന്നെ എടുക്കണം കേട്ടോ. ഇതിരിക്കുമ്പോൾ ഒരു ഇത്തിരി കൂടി തിക്കാവും. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നമ്മളിവിടെ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കി എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളിവിടെ ആൽക്കഹോളിലോ ഫ്രൂട്ട് ജ്യൂസിലോ ഒന്നും സോക്ക് ചെയ്യുന്നില്ല കേട്ടോ. അതിന് പകരമാണ് ഇങ്ങനെ ചെയ്തിട്ട് എടുക്കുന്നത്. അടുത്തതായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് 1 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 നുള്ളളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചുക്കുപൊടിയാണ് കേട്ടോ. അതൊരു 1/4 ടീസ്പൂണിനും താഴെയാണ് എടുത്തിട്ടുള്ളത്. നിർബന്ധമില്ല, ഈ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നീട് ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ പട്ട പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് നല്ല കുത്തുന്ന ടേസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ, സിനമൺ പൗഡർ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചിട്ടെടുക്കുക കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. ഒരു 2-3 പ്രാവശ്യമെങ്കിലും ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് ഒന്ന് അരിച്ചിട്ടെടുക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനൊന്ന് അരിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഒരു 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഒരു 6 ഗ്രാമ്പൂ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് അളവിൽ തൈര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് പുളിയുള്ള തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു വിസ്ക് വെച്ചിട്ട് ഇതൊന്ന് ഉടച്ചിട്ടെടുക്കാം കേട്ടോ. കട്ടകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആക്കിയിട്ടെടുക്കാം. വിസ്ക് തന്നെ വേണമെന്നില്ല കേട്ടോ. ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ ഓയിലിന് പകരം ബട്ടർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അത് റൂം ടെമ്പറേച്ചറിലായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ കേക്കിലേക്ക് ഉപയോഗിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓറഞ്ചിൻ്റെ തൊലിയൊന്ന് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം കാണും കേട്ടോ. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അതിൻ്റെ ആ ഒരു വൈറ്റ് പോർഷൻ വരരുത് കേട്ടോ. വൈറ്റ് പോർഷൻ വരാതെ വേണം ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ശേഷം നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഗ്രാമ്പും പഞ്ചസാരയും ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. പിന്നീട് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ മൈദയൊക്കെ ഉണ്ടല്ലോ, അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ആദ്യം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചൂട് മാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം.
അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു കേക്ക് ടിന്നിൽ കുറച്ച് ഓയിലൊന്ന് തടവിയതിന് ശേഷം ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മുടെ ബാറ്ററി ഇരിക്കേണ്ടുള്ളത്. ഇപ്പം ഈ ഒരു ബട്ടർ പേപ്പർ ഇല്ലയെന്നും കരുതി വിഷമിക്കേണ്ട. ആദ്യം ഓയിൽ തടവിയതിന് ശേഷം കുറച്ച് മൈദ ഇട്ടിട്ട് എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിലൊന്ന് തട്ടി കൊടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് എക്സസ് ആയിട്ടുള്ള പൊടി അങ്ങ് തട്ടി കളഞ്ഞേക്കണം. എന്നിട്ട് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. അതിനുശേഷം നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു ചരുവമാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു ചരുവത്തിലേക്ക് ഒരു റിങ് കൂടി ഇറക്കി വെച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് ആ ഒരു കേക്ക് ടിന്നൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ടിത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 35 തൊട്ട് ഒരു 45 മിനിറ്റ് വരെയൊക്കെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 45 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ കേക്കൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതുമാത്രമല്ല നല്ലൊരു സ്മെല്ലുമാണ് കേട്ടോ ഇപ്പം നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കിത് കുക്കായിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. എന്തെങ്കിലും ഫോർക്കോ ഈർക്കിലോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. അത് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുക്കായിട്ടുണ്ടെന്നാണ് അർത്ഥം കേട്ടോ. ഇനി നമുക്കിതെടുത്ത് പുറത്ത് വെക്കാം. ഇപ്പം നിങ്ങളിങ്ങനെ കുത്തി നോക്കുമ്പം ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കുക്കായിട്ടില്ലെന്നാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5-10 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ചൂടൊക്കെ മാറി നല്ല രീതിയിൽ മാറിയിട്ട് ഡീമോൾഡ് ചെയ്തിട്ട് എടുക്കാം. പ്ലം കേക്കിൻ്റെ ചൂടൊക്കെ നല്ലതുപോലെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ ഒരു കളറും ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ പെർഫെക്റ്റ് ആയിട്ടുള്ള മുട്ടയൊന്നും ചേർക്കാത്ത നല്ല അടിപൊളിയായിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഓവനോ ബീറ്ററോ ബട്ടറോ ഒന്നും തന്നെ ഉപയോഗിക്കാതാണ് റെഡിയാക്കി എടുത്തിട്ടുള്ള ഇൻസ്റ്റൻ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ആൽക്കഹോളൊന്നും ഉപയോഗിച്ചിട്ടില്ല, അതുപോലെ തന്നെ സോക്ക് ചെയ്തിട്ടില്ല, അല്ലാതെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലം കേക്കാണ്. അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ അത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി കാണിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ഒരു കേക്കാണ്. ഇന്ന് കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് നാളെ കഴിക്കുമ്പോഴാണ് കേട്ടോ. ഒരു ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് വരുന്നത് ഈ ഒരു കേക്കിന്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.